എൻ്റെ മകൻ സബാന് ഞാൻ അവൻ ചെറുപ്പത്തിൽ ഒരു 2 വയസ്സൊക്കെ ആകുന്നേരം വരെ ആ സമയത്തുള്ള അവൻ്റെ ചെറിയ സംസാരങ്ങളൊക്കെ അപ്പ അമ്മ അപ്പച്ചി അങ്ങനെയൊക്കെ സംസാരങ്ങളും പറയുമായിരുന്നു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേനും പുതിയ സംസാരം നിന്ന് അവൻ ടി വി കാണാൻ ഇൻട്രസ്റ്റാണ്. ടി വി കണ്ടുകൊണ്ടിരിക്കും. ആഹാരം കൊടുക്കണമെങ്കിലും എല്ലാം ടിവിയുടെ മുമ്പ് ടി വി കാണിച്ചുകൊണ്ട് അവന് കൊടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ സാധനം അവൻ 5 വയസ്സ് വരെ കഴിച്ചിട്ടേ ഇല്ല. അങ്ങനെ എല്ലാവരും പറഞ്ഞു, ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ MRI എടുത്തു, രാജഗിരി ഹോസ്പിറ്റലിൽ എറണാകുളത്ത് കൊണ്ടുപോയിട്ട് MRI എടുത്തു, EG എടുത്തു. അപ്പോൾ അവിടെയൊക്കെ ചെക്ക് ചെയ്യപ്പം അവർ പറഞ്ഞ് കുഞ്ഞിന് കുഴപ്പമില്ല, പിന്നെ സ്പീച്ച് ഡിലേ ആണ്, അങ്ങനെയുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പം വീട്ടിൽ എല്ലാവരും പറഞ്ഞു പിള്ളേർ 4-5 വയസ്സൊക്കെ ആകുമ്പോൾ ചില പിള്ളേർ സംസാരിച്ചോളും എന്ന് പറഞ്ഞു. അങ്ങനെ 5 വയസ്സ് വരെ ഞങ്ങൾ നോക്കി. അത് കഴിഞ്ഞ് എൻ്റെ വീടിൻ്റെ മുമ്പിൽ സ്കൂളാണ്. അപ്പോൾ സ്കൂളിലെ പ്രിൻസിപ്പൽ സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഇങ്ങനെ കോട്ടയത്ത് ജുവലെന്ന് പറഞ്ഞൊരു സെൻ്ററുണ്ട്, സ്പീച്ച് തെറാപ്പി ഉണ്ട്. അപ്പോൾ അവിടെ അവരുടെ കസിന് പോയി. കസിൻ്റെ കുഞ്ഞ് സംസാരിക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ ഒരു 6 മാസം അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് സംസാരിക്കാറായി. അങ്ങനെ തിരിച്ചു പോയി. അവിടെ നിന്ന് പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു 9 മാസം മുമ്പ് കോട്ടയത്ത് ജുവലിൽ ഇവിടെ വന്നു. ഇവിടെ വന്ന് അസസ്മെൻ്റ് എടുത്തു, ഡോക്ടറിനെ കണ്ടു. അപ്പോൾ സ്പീച്ച് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ മോൻ ഇവിടെ വരുമ്പം സംസാരിക്കില്ല, അറ്റൻഷൻ ഇല്ല, പിന്നെ ഐ കോണ്ടാക്റ്റ് ഇല്ല. അങ്ങനെ ഫ്രൂട്ട്സ് ഒന്നും അവൻ കഴിച്ചിട്ടില്ല 5 വയസ്സ് വരെ ഇവിടെ വരുന്ന വരെ. അങ്ങനെ ഇവിടെ വന്ന് സ്റ്റാർട്ട് ചെയ്തു. ഒരു ആദ്യത്തെ മാസം തന്നെ ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് ഡോക്ടർ പറഞ്ഞു, ഒക്യുപേഷൻ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞു. അങ്ങനെ ഫ്രൂട്ട്സ് കൊണ്ടുവന്ന് കഴിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് 3 മാസമായപ്പോഴേ അവൻ എന്നെ വാപ്പച്ചിന്ന് വിളിക്കാൻ തുടങ്ങി. പിന്നെ അന്ന് മുതൽ സംസാരം എല്ലാം തുടങ്ങി. ഇവിടുത്തെ സ്പീച്ച് തെറാപ്പിസ്റ്റും ഇവിടുത്തെ ഒക്യുപേഷൻ തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എല്ലാം കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് തന്നെ വളരെ സന്തോഷം തോന്നി. മോന് നല്ല ഇമ്പ്രൂവ് ആയി. ഇപ്പോൾ 9 മാസമായിട്ട് ഞങ്ങളിപ്പം ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യണം. 9 മാസമായി. മോന് സംസാരിക്കാൻ തുടങ്ങി. അവന് അറ്റൻഷൻ ക്ലിയറായി, ഐ കോണ്ടാക്റ്റ് ഉണ്ട്. അവന് അക്ഷരങ്ങളാണ് ABCDZ വരെ അവൻ എഴുതും, പറയും. നമ്പർ 50 വരെ എഴുതും, 100 വരെ കൗണ്ട് ചെയ്യും. എഴുത്ത് ഒരു 50% ആയി. പിന്നെ കൂട്ടി എഴുതുന്നത് മാറ്റ്, റാറ്റ് അങ്ങനെയൊക്കെ പറയും. പിന്നെ മോൻ്റെ പേരെഴുതും. പിന്നെ വീട്ടിലാരെങ്കിലും വന്നാൽ ഇന്ന ആൻറ്റി അങ്കിൾ ആര് വന്നു അതെല്ലാം പറയും. പിന്നെ അവൻ്റെ നീഡ്സ് എന്താണ് അതൊക്കെ അത്യാവശ്യം പറയും. പിന്നെ ബാക്കി നല്ല ഇമ്പ്രൂവ് ഉണ്ട്. എന്നാലും ഞങ്ങളിവിടെ വന്നത് ദൈവം ഞങ്ങളിവിടെ എത്തിച്ചതാണ്. ഇവിടെ ജുവലിലെ എല്ലാ ഞങ്ങൾക്ക് പറയാനില്ല. അതുപോലെ എല്ലാ ഞങ്ങളുടെ മിസ്സുമാരും നല്ല വെൽ ട്രെയിൻഡുമാണ്. അതുപോലെ ഞങ്ങൾക്ക് പോലും ഞങ്ങളുടെ കുട്ടികളെ പോലും ഞങ്ങൾക്ക് ചില സമയത്ത് നമുക്ക് ഇറിറ്റേഷനായി ഇവരെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയുള്ള മിസ്സുമാർ വളരെ ക്ഷമയോടെ വളരെ സ്നേഹത്തോടെ അവർ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നു. ഒക്യുപേഷൻ തെറാപ്പി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒക്യുപേഷൻ തെറാപ്പി. ഇപ്പോൾ ലോകത്തു നിന്ന് എല്ലായിടത്തും ആൾക്കാർ വരുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുന്നത്. മിക്കവാറും രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട്. ഇവിടെ വന്നത് ദൈവം ഞങ്ങളിവിടെ എത്തിച്ചാണ്. ഞാൻ ആക്ച്വലി ഇടുക്കി ജില്ലക്കാരനാണ്. ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ഒരുപാട് സ്പീച്ച് തെറാപ്പി സെൻ്ററിലൊക്കെ കൊണ്ടുപോയിരുന്നു. പക്ഷേ അവിടെയൊക്കെ കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോൾ കുഞ്ഞ് പോയിട്ട് കരഞ്ഞുകൊണ്ടാണ് തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പം നമ്മളെ പേരൻസ് നമ്മളെ അവർ കയറ്റാറില്ല. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ജുവലിൽ പേരൻസ് ഇല്ലാതെ അവർ ഒരു തെറാപ്പികളും ചെയ്യാറില്ല. പേരൻസ് മസ്റ്റായിട്ട് കൂടെ വേണം. അതുകൊണ്ട് തന്നെ നമുക്കും കുഞ്ഞുങ്ങളോട് ഇവരെന്താ ചെയ്യുന്നത്, എന്ത് തെറാപ്പിയാണ്, അത് നമുക്ക് വീട്ടിൽ വന്ന് നമുക്കും അതുപോലെ ചെയ്യാൻ പറ്റും. അത് ഇവിടെ അല്ലാതെ വേറെ എങ്ങും ഞാൻ കണ്ടിട്ടില്ല. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഏറ്റവും വേറെന്ന് പറഞ്ഞാൽ ഒക്യുപേഷൻ തെറാപ്പിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മുഖത്തേക്ക് നോക്കില്ലായിരുന്നു. ഒക്യുപേഷൻ തെറാപ്പിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതിവിടെ മാത്രമേ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്ര ബെസ്റ്റായിട്ടുള്ളത്. കുഞ്ഞ് നമ്മുടെ മുഖത്തേക്ക് നോക്കിയെങ്കിൽ മാത്രമല്ലേ നമ്മൾ കുഞ്ഞിനോട് പറയുന്നത് കുഞ്ഞ് കേൾക്കത്തുള്ളൂ. അപ്പോൾ ആ ഐ കോണ്ടാക്റ്റ് കിട്ടുന്ന ആദ്യം ചെയ്യേണ്ട അതൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. ജുവല് ഏറ്റവും സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ അത് ജുവല് തന്നെയാണ്. അത് ഞങ്ങളുടെ അനുഭവമാണ്. ഡോക്ടർ ജെയ്സൺ സാമുവലിനും ജെൻസി മാമിനും ഇവിടുത്തെ എല്ലാ സ്റ്റാഫിനും
എൻ്റെയും എൻ്റെ ഫാമിലിയുടെ എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. പിന്നെ മാഡം ഒരുപാട് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തു, ഫീസിൻ്റെ കാര്യത്തിലും പിന്നെ അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അതിന് ഡോക്ടറും മാഡം ഒരുപാട് ഹെൽപ്പ് എല്ലാവരും ചെയ്യുന്നുണ്ട്. ദൈവം എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് കൊടുക്കട്ടെ.